71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. മികച്ച നടനായ ഷാറുഖ് ഖാനും വിക്രാന്ത് മാസിയും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനു പിന്നാലെ കേരളത്തിൽ നിന്നും വലിയൊരു വിമർശനം തന്നെ ഉണ്ടായി എന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. കാരണം സാക്ഷാൽ പൃഥ്വിരാജിന്റെ ആടുജീവിതത്തെയാണ് അവർ ഒഴിവാക്കിയത്. ആടുജീവിതത്തിലെ പൃഥ്വിരാജിന്റെ അഭിനയം എന്തുകൊണ്ടും നാഷണൽ അവാർഡിന് അർഹമായിരുന്നു. എന്നാൽ അതിനെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ എത്തിയപ്പോൾ ഇതൊക്കെ സ്വാഭാവികമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരും എത്തിയുണ്ടായി. എല്ലാത്തിനും മറുപടിയുമായി പ്രേക്ഷകർ ഒത്തുകൂടുകയും ചെയ്തു. പല കാരണങ്ങൾ കൊണ്ടാണ് ആടുജീവിതം എന്ന സിനിമയ്ക്ക് അവാർഡുകൾ ലഭിക്കാതെ പോയതെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനൊപ്പം തന്നെ മലയാളത്തിലെ പ്രമുഖരെ തഴഞ്ഞ നാഷണൽ അവാർഡിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെ നടന്നു. സാക്ഷാൽ മോഹൻലാൽ അഭിനയിച്ച എത്രയോ സിനിമകളെ നാഷണൽ അവാർഡിൽ തഴഞ്ഞിട്ടുണ്ട്. അത് വെച്ച് നോക്കിയാൽ പൃഥ്വിരാജിന്റേത് വലിയൊരു തഴയലല്ല എന്ന് പറഞ്ഞ പ്രേക്ഷകർ പോലുമുണ്ട്. അത് എണ്ണി എണ്ണി പറയുകയായിരുന്നു. കിരീടം പോലെയും തന്മാത്ര പോലെയും ഭ്രമരം പോലെയും പരദേശി പോലെയും എത്രയെത്ര സിനിമകളെ നാഷണൽ അവാർഡിൽ മോഹൻലാലിന്റേതായി തഴഞ്ഞിട്ടുണ്ട്. ഇതിന് മുകളിൽ ഒരു അഭിനയം കാഴ്ചവെച്ച ഒരു നടന്റെ സിനിമ അന്നൊന്നും പറയാൻ പോലുമില്ലായിരുന്നു. എന്നിട്ട് പോലും മോഹൻലാലിനെ തഴഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അപ്പോൾ പൃഥ്വിരാജിന്റെ ഒരു സിനിമയല്ല ഉള്ളൂ. ഇനിയും പൃഥ്വിരാജിന് കലക്കൻ സിനിമകൾ കൊണ്ടുവന്ന് നാഷണൽ അവാർഡിൽ മത്സരിക്കാമല്ലോ എന്നും പ്രേക്ഷകർ ഓരോ അഭിപ്രായങ്ങൾ പറയുകയാണ്. നമ്മളും അത് ശരിവെക്കുന്നുണ്ട്. എന്നിരുന്നാലും ഷാറുഖ് ഖാന് കിട്ടിയത് ഡിസർവിംഗ് ആണോ എന്ന വലിയ ചർച്ചകൾ നടക്കുകയാണ്. എന്നാൽ ജവാൻ എന്ന ചിത്രത്തിനല്ലായിരുന്നു. പക്ഷേ ഇതിനു മുമ്പ് എത്രയോ മികച്ച ഷാറുഖ് ഖാൻ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ചക് ദേ ഇന്ത്യ, സ്വദേശ്, മൈ നെയിം ഈസ് ഖാൻ, ദേവദാസ് എന്നിങ്ങനെ നീളുന്ന ഒരുപിടി ചിത്രങ്ങൾ. ഇതിനൊക്കെ കണ്ണും പൂട്ടി ഷാറുഖ് ഖാന് നാഷണൽ അവാർഡ് കൊടുക്കാമായിരുന്നു. പക്ഷേ അന്നൊക്കെ ആ നാഷണൽ അവാർഡിൽ ചില ലോബികൾ കളിച്ചിരുന്നു. പലവട്ടം വഴിമാറിയ ദേശീയ പുരസ്കാരം വരുതിയിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും SRK. അഭിനയ ജീവിതത്തിൽ 33 വർഷം പൂർത്തിയാക്കിയപ്പോൾ 59ാം വയസ്സിൽ SRKക്ക് ആദ്യ ദേശീയ അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ പത്മശ്രീ, 3 അന്താരാഷ്ട്ര ഓണററി ഡോക്ടറേറ്റുകൾ, ഫ്രാൻസിലെ 2 സിവിലിയൻ അവാർഡുകൾ എന്നിവ ഉൾപ്പെടെ ഉന്നത ബഹുമതികൾ ലഭിച്ചിട്ടുള്ള ദേശീയ അവാർഡ് വിളിപ്പാടകലെ പലവട്ടം വഴിപോയിരുന്നു. അബ്ദുൾ റാഷിദ് ഖാൻ എന്ന യഥാർത്ഥ പേരുള്ള ബോളിവുഡിന്റെ കിങ് ഖാൻ 1992 ദിവാന എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത്. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ, സ്വദേശ്, ചക് ദേ ഇന്ത്യ, മൈ നെയിം ഈസ് ഖാൻ തുടങ്ങി നിരൂപക പ്രശംസ നേടിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടും ദേശീയ അവാർഡ് കയ്യെത്തും ദൂരെ തന്നെ നിന്നു. സ്വദേശ് എന്ന ചിത്രത്തിലെ ഷാറുഖ് ഖാൻ മോഹൻ ഭാർഗവ് എന്ന നാസ എഞ്ചിനീയറുടെ വേഷം റൊമാന്റിക് ഹീറോ എന്ന ഇമേജിൽ നിന്നും പുറത്തു കടക്കാൻ സഹായകമായി. നിരൂപക പ്രശംസ നേടിയിട്ടും ആ വർഷത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് ഹംതും എന്ന റൊമാന്റിക് കോമഡി ചിത്രത്തിന് സെയ്ഫ് അലി ഖാൻ കൊണ്ടുപോയി. പിന്നീട് 2007 ചക് ദേ ഇന്ത്യ വന്നു. ഹോക്കി പരിശീലകനായ കബീർ ഖാൻ എന്ന പല അടരുകളുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചെങ്കിലും മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് എന്നതിൽ ഒതുങ്ങി. ആ വർഷത്തെ മികച്ച നടനുള്ള അവാർഡ് ധൂം 2ലെ പ്രകടനത്തിന് ഹൃതിക് റോഷനായിരുന്നു. 2010 മൈ നെയിം ഈസ് ഖാൻ എന്ന ചിത്രത്തിൽ റുസ്വാൻ ഖാനായി പകർന്നാടിയ ഷാറുഖ് പ്രേക്ഷകരെ അമ്പരപ്പിച്ചു. ആസ്പർജേഴ്സിസ് സിൻഡ്രോം ബാധിതനായുള്ള പ്രകടനം അദ്ദേഹത്തിന്റെ ആഗോള പ്രശംസയും അന്താരാഷ്ട്ര അംഗീകാരങ്ങളും നേടിക്കൊടുത്തു. പക്ഷേ ആ തവണയും പാ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അമിതാഭ് ബച്ചനാണ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയത്. ചിത്രത്തിൽ പ്രൊജീരിയ ബാധിതനായാണ് ബച്ചൻ വേഷമിട്ടത്. അത് ഗംഭീര പ്രകടനമായിരുന്നു. എന്നാൽ പലവട്ടം കൈവിട്ടുപോയ ആ അവാർഡാണ് ഇപ്പോൾ ജവാനിലൂടെ നേടിയെടുത്തത്. ജവാനിൽ ഒരു നാഷണൽ അവാർഡുള്ള സംഗതി ഉണ്ടോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടെങ്കിലും ഷാറുഖ് ഖാൻ മികച്ച അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷേ ജവാൻ ഒരു കൊമേഴ്ഷ്യൽ ചിത്രമായി മാറി എന്നതുകൊണ്ടും വലിയ വിജയമായതുകൊണ്ടും ഒക്കെയാണ് അങ്ങനെ തോന്നുന്നത്. പക്ഷേ ഇപ്പുറത്ത് വലിയ വലിയ അഭിനയ മുഹൂർത്തങ്ങൾ കാണിച്ച സിനിമകളും നടന്മാരും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കല്ലേടിയാവുന്നത്. എന്നിരുന്നാലും അർഹിച്ച അംഗീകാരം ഒരു സമയത്ത് കിട്ടാതെ പോയെങ്കിൽ ഇപ്പോൾ കിട്ടി. അത് ഷാറുഖ് ഖാൻ നേടിയെടുത്തു. ഇപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു. എന്തായാലും മോഹൻലാലിന്റെ അത്രയും വരില്ലല്ലോ എന്നാണ് പലരും പറയുന്നത്. മോഹൻലാലിന് എത്ര മികച്ച അഭിനയങ്ങളാണ് നാഷണൽ അവാർഡിൽ ഒരു പരിഗണന പോലും കൊടുക്കാതെ പോയത്. എടുത്തു പറയേണ്ട എത്രയോ മികച്ച അഭിനയങ്ങൾ. അത് മറ്റൊരു നടന് എത്തിപ്പിടിക്കാൻ പോലും കഴിയാത്ത അഭിനയമാണ് മോഹൻലാൽ ചെയ്തു വെച്ചത്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നിസ്സാരമെന്ന് പൃഥ്വിരാജിനോട് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ദേശീയ അവാർഡ് നേടിയ ജേതാക്കൾക്കെല്ലാം അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ് മോഹൻലാൽ എത്തിയതും. ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാക്കൾക്കെല്ലാം അഭിനന്ദനങ്ങൾ. ശക്തമായ പ്രകടനത്തിന് അർഹമായ ബഹുമതികൾ നേടിയ ഉർവശിക്കും വിജയരാഘവനും പ്രത്യേകം സല്യൂട്ട്. നമുക്കൊരു ആശ്വാസം നൽകിയതും ഉർവശിയുടെയും വിജയരാഘവന്റെയും സഹനടൻ സഹനടി അവാർഡുകൾ തന്നെയാണ്. കൂടാതെ മലയാളത്തിന് കിട്ടിയ അവാർഡുകളൊക്കെ ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. അതിനൊന്നും നെഗറ്റീവ് പറയാനുമില്ല. അതാണ് മലയാളത്തിന് ഒരു ആശ്വാസമായതും. ഈ വിജയത്തിന് ഷാറുഖ് ഖാൻ, വിക്രാന്ത് മാസി, റാണി മുഖർജി എന്നിവർക്ക് ഊഷ്മളമായ അഭിനന്ദനങ്ങൾ എന്നും മോഹൻലാൽ പറയുന്നുണ്ട്. കൂടാതെ കേരളത്തിൽ നിന്നുള്ള മികച്ച പ്രതിഭകളായ ഉള്ളൊഴുക്ക്, പൂക്കാലം എന്നീ ടീമുകളെ അഭിനന്ദിക്കുന്നു എന്നും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ എന്നും മോഹൻലാൽ പറയുകയുണ്ടായി. ഉള്ളൊഴുക്കിലെ പ്രകടനത്തിന് ഉർവശിക്ക് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചപ്പോൾ പൂക്കാലം എന്ന സിനിമയിലെ ഇട്ടൂപ്പ് എന്ന കഥാപാത്രമായുള്ള പ്രകടനത്തിന് വിജയരാഘവന് മികച്ച സഹനടനായും തെരഞ്ഞെടുക്കപ്പെട്ടു. പൂക്കാലം എന്ന സിനിമയുടെ എഡിറ്റിംഗ് മിഥുൻ മുരളിക്ക് മികച്ച എഡിറ്റർക്കുള്ള അവാർഡ് ലഭിച്ചു. ജൂഡ് ആന്റണി ജോസഫ് ഒരിക്കൽ 2018 മികച്ച സംവിധായകനുള്ള പുരസ്കാരം മോഹൻദാസ് സ്വന്തമാക്കി. ആനിമലിൽ റീ റെക്കോർഡിംഗും മിക്സിംഗും നിർവഹിച്ച MR രാജകൃഷ്ണന് സ്പെഷ്യൽ മെൻഷൻ ലഭിച്ചു. ഇതുകൂടാതെ ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കാണ് മികച്ച മലയാള സിനിമയെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതൊക്കെയാണ് മലയാളികൾക്ക് ആശ്വാസമായ ദേശീയ അവാർഡിലെ പുരസ്കാരങ്ങൾ.